ഏവർക്കും ഹൃദയം നിറഞ്ഞ വിശുദ്ധനാശംസകൾ. ട്രാവൽ ആൻഡ് ടേസ്റ്റി പേജിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്താണ് എല്ലാവരുടെയും പരിപാടീസ്? നമ്മളാണെങ്കിൽ തലേദിവസം തന്നെ താഴെ ടെൻ്റൊക്കെ അടിക്കാനുള്ള പരിപാടികളായിരുന്നു. കാരണം നമ്മൾ അത്യാവശ്യം കുറച്ച് പേരെ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ താഴെ ഇരുത്തി കൊടുക്കാമെന്നുള്ള രീതിയിൽ എല്ലാവരും വൈകുന്നേരം വന്ന് ടെൻ്റൊക്കെ കെട്ടി അലങ്കരിക്കാനൊക്കെയുള്ള പരിപാടിയിലാണ്. അങ്ങനെ രാത്രി ഒരു 11-12 മണി വരെ നമ്മൾ അലങ്കാരപ്പണികളൊക്കെ നീണ്ടു നിന്നു കേട്ടോ. ശേഷം എല്ലാവരും അവരവരുടെ ക്വാർട്ടറുകളിലേക്ക് പോയി അങ്ങനെ കുളിച്ച് കണിയെല്ലാം വെച്ച് രാവിലെ നമ്മൾ കണി കണ്ടു. അങ്ങനെ ഒരിക്കൽ കൂടി എല്ലാവർക്കും വിശ്വാസംസകൾ നേരുന്നു. അലങ്കാരപ്പണികളെല്ലാം കഴിഞ്ഞ് നമ്മൾ മുകളിൽ കയറിയതിന് ശേഷം പിന്നെ അങ്ങനെ കിടന്നിട്ടില്ല. കാരണം എന്നാലും ഉറങ്ങിയിട്ടുമില്ല. പിറ്റേന്നത്തേക്കുള്ള കറിക്കും പായസത്തിനും എല്ലാം നമ്മൾ അരിഞ്ഞ് സെറ്റാക്കി വെക്കണമായിരുന്നു. കാരണം 70 പേരുടെ സദ്യയായിരുന്നു. അപ്പോൾ ഉച്ചയായപ്പോഴേക്കും എല്ലാവരും വന്ന് നമ്മളെല്ലാവർക്കും സദ്യയൊക്കെ വിളമ്പി തുടങ്ങി കേട്ടോ. നമ്മൾ 7 മലയാളി ഫാമിലീസ് കൂടിയിട്ടാണ് കേട്ടോ ഈ 70 പേർക്കുള്ള സദ്യ ഉണ്ടാക്കിയത്. എല്ലാവർക്കും സദ്യയൊക്കെ വിളമ്പി ഞങ്ങൾ കഴിക്കാനിരുന്നപ്പോൾ സമയം 3 മണി കഴിഞ്ഞിരുന്നു കേട്ടോ. 4 കൂട്ടം പായസം അടങ്ങിയതായിരുന്നു ഇത്തവണത്തെ നമ്മുടെ വിഷുസദ്യ. സദ്യയെല്ലാം കഴിച്ചൊന്ന് ക്ഷീണം മാറിയതോടെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും നമ്മുടെ പടക്കം പൊട്ടിക്കണം പരിപാടികൾ തുടങ്ങി. പടക്കമില്ലാത്ത എന്ത് വിഷുല്ലേ. അങ്ങനെ പടക്കമൊക്കെ പൊടിച്ച് ഇന്ന് നമ്മുടെ മണികണ്ഠൻ്റെ ലക്ഷ്മി ചേച്ചിയുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ ഒരു കേക്കൊക്കെ മുറിച്ച് പിന്നെ അങ്ങോട്ട് ഡാൻസായി. അങ്ങനെ 2025 വിഷു ഇവിടെ കഴിഞ്ഞു. മറക്കാൻ പറ്റാത്ത പല സമ്മാനങ്ങളും സമ്മാനിച്ചതാണ് ഈ 2025 വിഷു. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.